ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാൾ ശശിയാവാൻ വലിയ സമയമൊന്നും വേണ്ട എന്നാണ് തമിഴ്നാട്ടുകാർ പറഞ്ഞു തരുന്നത്. തമിഴ് രാഷ്ട്രീയക്കാരെക്കുറിച്ച് തന്നെയാവണം പൂന്താനം ജ്ഞാനപ്പാന എഴുതിയതെന്ന് തോന്നിപ്പോകും. മന്നൻ്റെയും മന്നത്തിയുടെയും തോളിൽ മാറാപ്പ് കയറാൻ നിമിഷാർദ്ധം പോലും വേണ്ട. എന്തായാലും ശശികല ചിന്നമ്മയോട് കോടതി ഒരു ചിറ്റമ്മ നയം കാണിക്കാൻ പാടില്ലായിരുന്നു. പാവത്തിന് ഇനി 4 കൊല്ലം ജയിലിൽ കിടക്കണം. For corruption free politics in India, today is a landmark judgment. The Supreme Court in its landmark judgment had set aside the order of Honorable Judge Mr. Kumaraswamy of the Karnataka High Court and affirmed the trial court order of Michael Kunha, which held that A1 to A4, that is Selvi J. Jayalalitha, then V.K. Sasikala, V.N. Sudhakaran and Ilavarasi, who were guilty of, and the complaint was made by Subramanian Swamy, and judiciary had a very tough time with these master criminals, and it had taken 19 years to come to this day when the corruption in this country will be rooted out by the order of the Supreme Court. The Supreme Court, by affirming the order of Michael Kunha, has established that corruption will not be accepted in this country. ഒരു 2 ദിവസം മുൻപേ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ആയിരുന്നേനെ ശശികല. ഇതിപ്പോൾ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ചിന്നമ്മയ്ക്ക് കിരീടം നഷ്ടമായത്. സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെയൊരു ചെയ്ത്ത് കിട്ടുമെന്ന് ചിന്നമ്മ വിചാരിച്ചിരുന്നില്ല. ഇതെല്ലാം കണ്ട് ഊറി ഊറി ചിരിക്കാനുള്ള വക നമ്മുടെ പനീർസെൽവത്തിന് കിട്ടിയെങ്കിലും അത്രയ്ക്കങ്ങ് സന്തോഷിക്കാറായി എന്ന് പറയാൻ കഴിയില്ല. ചിന്നമ്മയുടെ മാഫിയ വേറെ ചില കളികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു പളനിസ്വാമിയെ ഇറക്കിയിട്ടുണ്ട്. நல்லாதரவை தந்த அனைத்து பெருமக்களுக்கும் பொதுமக்களுக்கும் தாய்மார்களுக்கும் சகோதரிகளுக்கும் இளைஞர்களுக்கும் மாணவர்களுக்கும் என்னுடைய பணிவான நன்றியை உங்களுடைய பாதங்களில் வைத்து தலைவணிகிறேன். அமைதி காக்கவும் அமைதி காக்கவும் அமைதி காக்கவும் என்று சொல்லி உறுதியாக நம்முடைய தலைமையில் ஆட்சி தொடரும் 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 என்று சொல்லுகிறேன். இல்லாமல் மாற்று கட்சி எதிர்கட்சி என்ற யாருடைய ஆதரவு இல்லாமல் முழுக்க முழுக்க மாண்புமிகு அம்மாவுடைய நல்லாட்சி தொடர்வதுதான் தமிழகத்துடைய மக்கள் 2ஆம் முறையாக மாண்புமிகு അമ്മാവുடைய ആட்சியை അമർത്തിനാர்கள். തമിഴ് നാടകത്തിന്റെ ക്ലൈമാക്സിലോട്ട് അടുക്കുന്നു എന്നേ പറയാറായിട്ടുള്ളൂ. ക്ലൈമാക്സ് ആയി എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതിനായി കുറച്ച് ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാം. ഇനി സ്വല്പം കേരള നാടകത്തിലേക്ക് വരാം. അല്പം മദ്യവർത്തമാനമാവട്ടെ ആദ്യം. എന്നും ഫുൾ തണ്ണിയായി നടക്കുന്നവരെയൊക്കെ നമ്മൾ കള്ളുകുടിയന്മാർ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ കള്ള് ഒരു മദ്യവസ്തുവല്ലെന്ന് കേരളം സുപ്രീം കോടതിയിൽ പറഞ്ഞുവെന്നാണ് ചിലർ പറയുന്നത്. എന്താണ് ശരിക്കും സംഗതി എന്നറിയില്ല. ഏതായാലും കള്ള് ഒരു മദ്യമല്ലെങ്കിൽ മദ്യപാനികളെ കള്ളുകുടിയന്മാർ എന്ന് വിളിച്ചവർക്ക് പാപം കിട്ടുക തന്നെ ചെയ്യും. എന്നാൽ കള്ള് നല്ല 1-ാം തരം തണ്ണി ഐറ്റമാണെന്ന് തന്നെയാണ് നമ്മുടെ സുധീരൻജിയുടെ അഭിപ്രായം. ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലും ഈ ലഹരിയുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിച്ചുകൂടാ. ലഹരിയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കണം. ഇതെല്ലാം അടച്ചുപൂട്ടി ഇതിനെ തടയാൻ കഴിയുമെന്നുള്ളത് ഗവൺമെന്റ് കണക്കാക്കുന്നില്ല. ദേശീയപാതയുടെയും സംസ്ഥാന പാതകളുടെയും അരികെ 500 മീറ്ററിന് അകത്ത് വരുന്ന മദ്യഷോപ്പുകളൊക്കെ അടച്ചുപൂട്ടണമെന്നുള്ള സുപ്രീം കോടതി വിധി രാജ്യത്തെ മദ്യനിരോധനത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഈ നിർണായകമായ സുപ്രീം കോടതി വിധിയെ ദുർബലമാക്കാൻ, അതിനെ അസ്ഥിരമാക്കാൻ ഉള്ള ഏതൊരു ശ്രമവും രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ജനങ്ങളുടെയോ താല്പര്യങ്ങൾക്ക് ഗുണകരമല്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. പാതയോരത്തെ കുടിയും നിർത്തിക്കാൻ വലിയ കഷ്ടപ്പാടിലാണ് സുധീരൻജി. സംസ്ഥാന സർക്കാർ എങ്ങാനും ഈ കുടി പുനഃസ്ഥാപിച്ചു കളയുമോ എന്നാണത്രേ സുധീരൻജിയുടെ ആധി. അതായത് മദ്യത്തിൻ്റെ പട്ടിക അബ്കാരി നിയമത്തിൽ വളരെ കൃത്യമായി വിവക്ഷിക്കുന്നുണ്ട്. അബ്കാരി നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന അതിൻ്റെ ഡെഫിനിഷൻസ് അത് എല്ലാത്തിലും ബാധകമായിട്ടുള്ളതാണ്. അത് കൃത്യമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് മദ്യത്തിനാണോ മനുഷ്യനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. വാലന്റൈൻ ദിനമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒന്നും കാണിച്ചില്ല എന്ന് വേണ്ട. കൊച്ചിയിൽ നടന്ന ഒരു ഉഗ്രൻ
ആൻറ്റി വാലന്റൈൻ ആഘോഷം കാണാം. എറണാകുളം ലോ കോളേജിലെ വിദ്യാർത്ഥികളുടെ വക സെൻറ് തെരേസാസ് കോളേജിലാണ് പരിപാടി അരങ്ങേറിയത്. വാലന്റൈൻ ദിനം ഇവർക്ക് വഞ്ചനാ ദിനമാണത്രേ. ലോ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇങ്ങനെ മുന്നിൽ കാണുന്നവരെയെല്ലാം വഞ്ചകന്മാരായിട്ടാണ് തോന്നുന്നത്. അതിന് കാരണമുണ്ട്. തിരുവനന്തപുരത്ത് നടന്ന സമരത്തിൽ ഉണ്ടായ അനുഭവങ്ങളാണ് ഈ വിദ്യാർത്ഥികൾക്ക് വഞ്ചനയുടെ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട ചില കഥകൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു തരും. 2 ദിവസം നിരാഹാരം കിടന്ന BJP നേതാവ് പറഞ്ഞു, ഇനി ഞാൻ അനിശ്ചിതകാല നിരാഹാരമാണെന്ന്. കാരണം BJPയുടെ നിരാഹാരം നമ്മുടെ നിരാഹാരം പോലെയല്ല എന്നിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ പാർട്ടിക്കാർ നിരാഹാരം കിടന്നാൽ ഒന്നും കഴിക്കൂല, നിരാഹാരം തന്നെയാണ്. ഇതെന്താണെന്നറിയോ? രാത്രിയാവുമ്പോൾ നിരാഹാരക്കാരനെ കാണൂല. അയാൾ രാത്രി പുറപ്പെടും ഒരു കാറിൽ, ഒരു വലിയ ബാഗും എടുത്തിട്ടാണ് പോക്ക്. ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞു ടോയ്ലറ്റ് പോകാനാണ്. ആരെങ്കിലും ടോയ്ലറ്റ് പോകാൻ ഇത്ര വലിയ ബാഗ് എടുത്തിട്ട് ടോയ്ലറ്റ് പോകും? ഇതെന്തിനാണ് ഈ രാത്രി? എവിടെയാണ് ഇയാൾ പോയത്? പണ്ട് ചില നിരാഹാര സമരത്തെ സംബന്ധിച്ചൊക്കെ വന്ന വാർത്തകൾ നമുക്കറിയാമല്ലോ. ചില നിരാഹാരക്കാർക്കുള്ള ഗുണം അതാണ്. എത്ര ദിവസം നിരാഹാരം കിടന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം പണി വേറെ നടക്കും, സാധനം വേറെ വഴിക്ക് കിട്ടും. BJP സ്റ്റൈൽ നിരാഹാരം ഈ K മുരളീധരനും V മുരളീധരനും ഒന്നുമല്ല കണ്ടെത്തിയത്. അത് കണ്ടെത്തിയത് വേറൊരു നേതാവാണ്. ആ കഥയും കോടിയേരി പറയും. ശ്രദ്ധിച്ച് കേൾക്കണം. ആളാരണമെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതാണ് മുമ്പൊരു MLA നിരാഹാരം കിടന്നതിനെ കുറിച്ച് ഒരിക്കൽ മലയാള മനോരമ എഴുതി. നിരാഹാരം കിടന്ന MLA 3 ദിവസം കഴിഞ്ഞപ്പോൾ, നമ്മുടെ പഴയ ഭരണകാലത്താണ്, ഗൗരിയമ്മ നായനാറൊക്കെ മന്ത്രിയായ കാലത്ത്, ഗൗരിയമ്മ കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് കോട്ടയത്ത് ഒരു MLA നിരാഹാരം കിടന്നു. 3 ദിവസം നിരാഹാരം കിടന്നപ്പോൾ ആ MLAക്ക് ക്ഷീണമായി. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ ഈ സത്യാഗ്രഹ പന്തൽ വന്നിട്ട് ആ MLAയോട് ചോദിച്ചു പോലും, അല്ല MLAക്ക് ക്ഷീണമുണ്ടോ? അപ്പോൾ MLA പറഞ്ഞേ എനിക്ക് ക്ഷീണമൊന്നുമില്ല. അപ്പോൾ പോലീസ് ഓഫീസറോട് ചോദിച്ചു, MLAക്ക് ഒന്ന് കുളിക്കണം അല്ലേ? അപ്പോൾ MLA പറഞ്ഞു, ആ കുളിക്കണം. ഉടനെ കുളിക്കാൻ കൊണ്ടുപോയി. കുളിച്ച് വരുന്നപ്പോൾ അയാൾ ഉഷാറായി. നല്ല പൊടിഞ്ഞരിക്കഞ്ഞി, നല്ല കോഴിയിറച്ചി, ഇത് മേശപ്പുറത്ത് വെച്ചുകൊടുത്തതോടുകൂടി MLA ഉഷാറായി. പിറ്റേ ദിവസം വൈകുന്നേരമായ CI പറഞ്ഞു, അല്ല MLA കുളിക്കണ്ടേ? ആ എനക്ക് കുളിക്കണം. ദിവസവും കുളി. ഓരോ കുളി കഴിഞ്ഞ് വരുന്നോളും MLA ഉഷാറായി. അവസാനം നിരാഹാര സമരം എത്ര നീട്ടുന്നതിനും കുഴപ്പമില്ലെന്നായി. ഗൗരിയമ്മ പറഞ്ഞു, ഇവനെ ചർച്ചയ്ക്ക് വിളിക്കുന്ന പ്രശ്നമില്ല. അവസാനം നായനാർ ഇടപെട്ടിട്ട് പറഞ്ഞു, ഏതായാലും ഒരു MLA അല്ലേ, ഇത്ര ദിവസം കിടക്കുകയില്ലേ, ചർച്ചയെ തീർക്കുക. എത്ര ദിവസം കിടന്നാലും പ്രശ്നമില്ല എന്ന് ആ MLA എന്ന് തെളിയിച്ചു. ആളെ പേരിപ്പം ഞാൻ പറയുന്നില്ല. മലയാള മനോരമയിൽ ഈ കഥ മുമ്പ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇത്രയും പറഞ്ഞിട്ട് ഒരു സസ്പെൻസ് ഇടുന്നത് ശരിയല്ല. കേരളത്തിൻ്റെ ഈ നിരാഹാര പരിശീലകൻ ആരാണെന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. പറഞ്ഞാലും അങ്ങനെയാണത് പുറത്തു വന്നത്. പത്രത്തിൽ വന്നതായതുകൊണ്ട് പറയുക, നമ്മുടെ PC ജോർജ് ആയിരുന്നു ഈ കഥാപാത്രം. അയാൾ പറഞ്ഞു, ഞാനിങ്ങനെയാണ് സമരം കിടന്നത്, അതുകൊണ്ട് എത്ര കിടക്കുന്ന നേരത്തും എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. അതേതായാലും അടിപൊളി. ഈ മാജിക്കുകാരുടെ മാജിക്കിൻ്റെ രഹസ്യമൊക്കെ പുറത്തു വിടുന്നത് പോലൊരു പരിപാടിയായിപ്പോയി ഇത്. ഇനി ഇതാരോടാണ് പറഞ്ഞതെന്ന് കൂടി പറഞ്ഞാട്ടെ. ഞങ്ങൾ ഇടതുപക്ഷ നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് വന്നിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. നിങ്ങൾ എത്ര ഓണം കിടന്നോ, ഞാനിങ്ങനെയാണ് കിടന്നത്. അയാൾക്ക് ശേഷം ഇപ്പോൾ പുതിയൊരു മാർഗം കണ്ടുപിടിച്ചത് ഈ മുരളീധരൻ BJP. ഇവിടെ നിരാഹാരം കിടന്നപ്പോഴാണ് രാത്രി ഇങ്ങനെ പോകാം, കാറ് പോകാം, തിരിച്ചു വരാം, വീണ്ടും ഉഷാർ. എന്തായാലും ഇന്നത്തെ തലമുറയിൽപ്പെട്ട നിരാഹാരികൾ PC-യെ കണ്ടു പഠിക്കണം. നിരാഹാരം നിർത്താനും ഇത്തരം വിദ്യകൾ പ്രയോഗിക്കുന്നത് നല്ലതാണ്. ഈ മുരളീധരനും BJPയുടെ നേതാവും എങ്ങനെ നിരാഹാരം നിർത്തി? സാധാരണ ഒരു MLA നിരാഹാരം കിടന്നാൽ നിരാഹാരം നിർത്തണമെങ്കിൽ ഒന്ന് ഗവൺമെൻറ് പറയണ്ടേ, ഒന്ന് MLAയോട് നിർത്തണം. ഏതെങ്കിലും ഒരാൾ MLAയോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സമരം നിർത്തണം? പറഞ്ഞിട്ടില്ലല്ലോ. BJPയുടെ രാജേഷ് എങ്ങനെ നിരാഹാരം നിർത്തി? ആരെങ്കിലും രാജേഷിനോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിരാഹാരം നിർത്തണമെന്ന്? അപ്പോൾ വിദ്യാർത്ഥികൾ നിരാഹാരം നിർത്തിയപ്പോൾ അതിൻ്റെ മറവിൽ 2 നേതാക്കന്മാരും
സമരം നിർത്തിയില്ലേ? നിലവിൽ SFIയുടെ കാര്യങ്ങൾ അത്ര വെടിപ്പായിട്ടല്ല പോലും പോകുന്നത്. ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിക്കേണ്ട. എല്ലാറ്റിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ. ദാ SFIയെ നാമാവശേഷമാക്കാൻ അവതാരമെടുത്ത ഒരു വിദ്വാനെ കാണാം. ഇത്രയും ദിവസം ഞാൻ എന്താ പറയുക, ഒന്നും പറയാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. അതായത് ഈ SFIയുടെ നിലപാട് ഈ നിലക്കാണ് പോണതെങ്കിൽ ഇത് പ്രശ്നമാവും. ഇത് പ്രശ്നമാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SFI മാത്രമൊന്നുമല്ല നട്ടിലുള്ള സ്റ്റുഡൻസ് സംഘടന. ഇവിടെ ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പല കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ പിള്ളേർ ഇവിടെ ഉണ്ട്. ഇതിനേക്കാൾ ഉച്ചത്തിൽ നന്നായി സദാചാരം പുലമ്പാനും പിന്നെ നന്നായി മുഷ്ടി ചുരുട്ടി മോന്തൊക്കെ അടിക്കാനും കയ്യും കാലും വെട്ടാനും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞങ്ങൾക്ക് സാമൂഹ്യമായ ബോധവും പിന്നെ ഒരു മാനുഷിക പരിഗണനയൊക്കെ ഉള്ളത് കൊണ്ട് വെറുതെ എല്ലാരെങ്കിലും കാര്യം ഉണ്ടായാലും ഒരാളെ ഉപദ്രവിക്കാനുള്ള മനസ്സില്ല. പക്ഷെ സഹി കെട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോയി ചെയ്യാനറിയാം. ഇത് നിങ്ങൾ SFIയുടെ കീടങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സമ്മേളനം നടന്ന ആക്കിലപ്പറമ്പ് എന്ന സ്ഥലം അറിയൂ? ആക്കിലപ്പറമ്പ് എന്ന സ്ഥലം എൻ്റെ വല്യപ്പാന്റെ തറവാടാണ്. അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അവിടെ ജനിച്ചു വളർന്ന ഒരാൾ. ഇനി ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി ഈ കേരള സമൂഹത്തിന്റെ എൻ്റെ പെങ്ങന്മാർക്ക് നേരെ SFI എന്ന സംഘടന കൊരച്ച ഈ കാണുന്ന ഞാനും പിന്നെ എൻ്റെ പിന്നിലാരാന്ന് നിങ്ങൾ അറിയാം. ഞാനൊരു സഖാവാണ്. ഞാൻ മുഖത്തോക്കി പറയാം. ഇനി ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു കലാലയോ കേരളത്തിന് സാക്ഷ്യം വഹിച്ച SFI എന്ന സ്റ്റുഡൻസ് സംഘടന അതോടെ തീർന്ന്. നിയമത്തിന്റെ വഴിക്കെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. നിയമത്തിന്റെ വഴിക്ക് SFI തീർന്നിരിക്കും. അത് തീർക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ SDPIയും പോപ്പുലർ ഫണ്ടിനെയും മുസ്ലിം ലീഗിനെ ഇവരെ എല്ലാവരെയും നിയമത്തിന്റെ വഴിക്ക് എങ്ങനെ കൊണ്ടുവരുന്നു അതും നിങ്ങൾക്ക് ബാധകമാക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത്രയും നേരം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളാണ്. ഇത്രയും നേരം ഇന്ന് എനിക്ക് വന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും ദിവസം ഇവിടെ നടക്കുന്നതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഗവൺമെന്റ് ഓഫീസിൽ. അതിന് ഞാൻ ഇന്ന് രാജിവെക്കുകയാണ്. എന്താണെന്ന് പറയാ, വേറെ ഒന്നുമല്ല. ഇന്നല്ലെങ്കിൽ ഈ ആഴ്ച ഞാൻ രാജിവെക്കുകയാണ്. എനിക്ക് ഈ ഗവൺമെന്റ് ജോലി വേണ്ട.